സൂത്രവാക്യം സിനിമയുടെ ഇന്റേണൽ കമ്മിറ്റി യോഗം പൂർത്തിയായി. നടി വിൻസി അലോഷ്യസ് യോഗത്തിനെത്തി. ഷൈൻ ടോം ചാക്കോ ഐസിക്ക് മുൻപിൽ ഹാജരായി. ഇന്റേണൽ കമ്മിറ്റിക്ക് മുൻപിൽ താനും ഷൈനും ഒരുമിച്ചും ഒറ്റയ്ക്കും മൊഴി നൽകിയെന്ന് വിൻസി അലോഷ്യസ്. മൊഴിയുടെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു പറയാൻ കഴിയില്ലെന്നും തന്റെ പരാതി ചോർന്നത് എങ്ങനെയെന്നതിൽ വ്യക്തതയില്ലെന്നും വിൻസി അലോഷ്യസ് പറഞ്ഞു. സൂത്രവാക്യം സിനിമയുമായി ബന്ധപ്പെട്ട ICCക്ക് മുന്നിൽ നടി വിൻസി അലോഷ്യസും അതുപോലെ നടൻ ഷൈൻ ടോം ചാക്കോയും നേരിട്ടെത്തിയാണ് ഇന്ന് മൊഴി നൽകിയത്. അന്ന് സെറ്റിലുണ്ടായ മോശം അനുഭവം അത് സംബന്ധിച്ച് പരിശോധിക്കുകയാണ് സമിതി ചെയ്തത്. ഇതിനായി ഇരുവരെയും ഒരുമിച്ചിരുത്തിയും അല്ലാതെ ഒറ്റയ്ക്കൊറ്റയ്ക്കും ഇരുന്ന് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്നുണ്ടായ കാര്യങ്ങളെല്ലാം തന്നെ വിൻസി അലോഷ്യസ് അവിടെ തുറന്നു പറയുകയുമുണ്ടായി. മാത്രമല്ല മൊഴിയുടെ പൂർണ്ണരൂപം കൂടുതൽ വെളിപ്പെടുത്താൻ പറ്റില്ല എന്ന് വിൻസി അലോഷ്യസ് പറയുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു, എന്നാൽ നിയമ നടപടിയിലേക്ക് കടക്കുന്നില്ല എന്ന് വിൻസി അലോഷ്യസ് ആവർത്തിക്കുകയുമുണ്ടായി. മാത്രമല്ല ഷൈൻ ടോം ചാക്കോ ഇതിൽ യാതൊരു പ്രതികരണവും നടത്താതെയാണ് പോയത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അതായത് ICCയുടെ തീരുമാനം അനുസരിച്ചായിരിക്കും ഇനി ഫിലിം ചേംബർ ഇതിലൊരു നടപടിയെടുക്കുക. നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ കടുത്ത നടപടിയിലേക്ക് പോകണമെന്ന കാര്യത്തിൽ എന്തായാലും ICC എന്ത് നടപടിയെടുക്കുന്നു എന്ന് സംബന്ധിച്ചിരിക്കും. ICC ഇതുമായി ബന്ധപ്പെട്ട ആളുകളുടെ എല്ലാം തന്നെ മൊഴി രേഖപ്പെടുത്തും. അന്നുണ്ടായ സംബന്ധിച്ച് ഇന്ന് അവർ നൽകിയ മൊഴിയുടെ വിശദാംശങ്ങൾ പരിശോധിക്കും. ശേഷമായിരിക്കും ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ എന്ത് നടപടി എടുക്കണമെന്ന കാര്യത്തിൽ ഇന്ന് ഫിലിം ചേംബർ തീരുമാനമെടുക്കുക. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തായാലും പരിശോധിച്ച് വരികയാണ്. അതേസമയം തന്നെ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ഉള്ള ലഹരി കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമായി പോലീസ് പരിശോധിച്ച് വരികയാണ്. പ്രധാനമായും നടൻ അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുന്നുണ്ട്. എന്നാൽ ഇനി പ്രധാനമായും വൈദ്യപരിശോധനയുടെ വിവരങ്ങളടക്കം പുറത്തു വരേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും നടൻ ഷൈൻ ടോം ചാക്കോയെ വിശദമായി ചോദ്യം ചെയ്യുക. ഇന്ന് നടനെ ചോദ്യം ചെയ്യും എന്നായിരുന്നു അറിയിച്ചിരുന്നത്. എന്നാൽ ഇതിൻ്റെ കൂടി വിവരങ്ങൾ അറിഞ്ഞ ശേഷം കൂടുതൽ ചോദ്യം ചെയ്യാമെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. മാത്രമല്ല ഈ സജീറുമായുള്ള ബന്ധമടക്കം പോലീസ് പരിശോധിച്ച് വരികയാണ്. ഷൈൻ ടോം ചാക്കോയുടെ മൊബൈൽ ഫോറൻസിക് വിഭാഗത്തിന് അയച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ പരിശോധിച്ച ശേഷമായിരിക്കും എന്താണ് ഇനിയുള്ള നടപടി എന്ന് പോലീസ് വ്യക്തമാക്കുക. അതേസമയം തന്നെ ഈ വൈദ്യപരിശോധനയുടെ റിപ്പോർട്ട് വന്ന ഉടൻ തന്നെ ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഇതുമായി ബന്ധപ്പെട്ട് ഷൈൻ ടോം ചാക്കോയുടെ കൃത്യമായ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു വരികയാണ്.